ട്രാൻസ്പോർട്ട് ചെയ്യണം എങ്ങോട്ടെങ്കിലും വെള്ളത്തിൽ കൂടിയൊക്കെ. ഇപ്പോൾ ഒരു മുണ്ടാണെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചു. നമ്മളൊരു 5 കുപ്പി വെച്ചിട്ടുണ്ട്. ഇത് ഒരേ വലിപ്പമുള്ളതൊന്നുമല്ല, പല വലിപ്പത്തിലൊക്കെയാണ്. നമുക്കിവിടെ കിട്ടിയൊരു കുപ്പിയൊക്കെയാണ് നമ്മൾ എടുത്തുകൊണ്ട് ഇത് ഇങ്ങോട്ട് ഇടുക. ഇത് ഇങ്ങോട്ടും വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ അങ്ങ് പിടിച്ച് കറക്കുക. ഒരു ലൈഫ് ജാക്കറ്റോ ഒന്നും വേണ്ടതേ, നമുക്ക് വീട്ടിൽ തന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇവിടെ വേണേൽ കയറിട്ട് കിട്ടുക, ഇവിടെയും കയറിട്ട് കിട്ടിയാൽ ഇത് സ്ട്രോങ് ആയിരിക്കും. ഇപ്പം തന്നെ സ്ട്രോങ് ആണ്. ഇനി ഒന്ന് വെച്ച് നോക്കാം. അടപ്പ് താഴത്തല്ലേ, ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടുവാണേ. ഇങ്ങനെ വെച്ചിട്ട് നോക്കിയത് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് കെട്ടാൻ പറ്റും. മുണ്ടാണെങ്കിൽ അടിപൊളിയായിട്ട്. വേറെ ഒന്നുമില്ലേ, ഇനി ഒന്ന് ഇറങ്ങി നോക്കിയാലോ. വാ, മുങ്ങുമില്ലെന്ന് ഇപ്പോൾ കാണാം. ഇത് നമുക്ക് ഒരാളെയൊക്കെ പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യണം എങ്ങോട്ടെങ്കിലും വെള്ളത്തിൽ കൂടിയൊക്കെ ഇങ്ങനെ വെച്ചാൽ കണ്ടതേ സുഖമായിട്ട് മുങ്ങി കിടക്കാൻ പറ്റും. ഒന്നുമില്ല, പഴയൊരു മുണ്ടും 3-4 കുപ്പിയും കൂടി എടുത്ത് വെച്ച് ഇതുപോലെ പിരിച്ചങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ ഒരു ലൈഫ് ജാക്കറ്റായി. ഇനി നമ്മളിതേ കുറച്ച് കുപ്പിയുണ്ട്, വേറെ ലൈഫ് ജാക്കറ്റ് ഒന്നും നമ്മുടെ വേറൊരു സാധനമില്ല. ആകെ 3-4 കുപ്പി അവിടെ നിന്ന് ഇവിടുന്ന് പെറുക്കി ഇത് വെച്ചിട്ട് ഈ ബനിയം വെച്ചിട്ട് എങ്ങനെ ലൈഫ് ജാക്കറ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ കണ്ടോ, നേരെ എടുത്ത് എന്ത് ചെയ്യുക, ഈ ബനിയത്തിൻ്റെ ഉള്ളിലോട്ട് കയറ്റുക. കയറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ അടപ്പ് എപ്പോഴും താഴത്ത് വശത്തായിരിക്കണം. ഇങ്ങനെ വെക്കരുത്, അടപ്പ് എപ്പോഴും താഴത്ത് വശത്തായിരിക്കണം. ഇങ്ങനെ വെച്ചു. അത് കുപ്പി എത്ര ഉണ്ടോ അല്ലെങ്കിൽ ആളുടെ സൈസ് എത്ര ഉണ്ടോ അതനുസരിച്ച് വെക്കാം. ഇനി ഈ കുപ്പി എന്ത് ചെയ്യും, താഴത്തേക്ക് ഊരിപ്പോവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, തോർത്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് കെട്ടി കൊടുക്കുക. നല്ല ടൈറ്റായിട്ടിരിക്കും. മാത്രമല്ല നമുക്ക് ഈ ബട്ടൺസ് എല്ലാം അങ്ങ് ഇട്ട് കൊടുത്തേക്കുക. ഈ കോളർ വരെയുള്ള ബട്ടൺസ് ഇട്ട് കൊടുത്തേക്കുക. ഇനി ഞാനൊന്ന് വെള്ളത്തിൽ ഇറങ്ങി കാണിക്കാം. എന്താ കുപ്പി പൊങ്ങി വരും കേട്ടോ. നമ്മൾ ഒരിക്കലും താന്നു പോകില്ല. എൻ്റെ കാലിൻ്റെ പൊക്കത്തിലാണ്. ഇതിങ്ങനെ തിരിഞ്ഞു കിടന്നാലും നമ്മൾ താഴത്തില്ല കേട്ടോ. ഇനി വേറൊരു ടെക്നിക്കാണ്. അടപ്പൂരുക. അടപ്പൂരിന് ശേഷം എന്ത് ചെയ്യുക, ഈ കുപ്പി ഇങ്ങോട്ടേക്ക് വെച്ചു. ഈ അടപ്പൂരിട്ട് ഇവിടെ ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. ഇതുപോലെ അകത്തോട്ട് വെച്ചു. എന്നിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടപ്പ് ടൈറ്റ് കറക്റ്റാണോ എന്ന് നോക്കണം. ഇതിന് ഇവിടെ സെൻറ്ററിൽ 2 കൂടി വെക്കാം. തിരിച്ചു കൊടുത്തു. ഇങ്ങനെ തോർത്തും കൂടി കെട്ടിക്കൊടുത്താൽ ഇതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കുപ്പി തെന്നി കളിക്കത്തില്ല. ആ ഒരു അടപ്പ് ഇങ്ങനെ കൊണ്ട് കറക്റ്റായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അടപ്പ് ലൂസാണെങ്കിൽ വെള്ളം കയറി ആൾ മുങ്ങിപ്പോകാനും ഈ ഒരു ഇത് മതി. അപ്പോൾ കറക്റ്റായിട്ട് നോക്കണം. അടിയന്തര സാഹചര്യത്തിൽ മാത്രം നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തു നോക്കാൻ പാടുള്ളൂ. വളരെ അത്യാവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിലാണ് ചില സ്ഥലത്തൊക്കെ ആൾക്കാർ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം ഇങ്ങോട്ട് കൊണ്ടുപോകണം, വെള്ളം പൊങ്ങി കിടക്കുവാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ചെയ്യേണ്ട ചില ടെക്നിക്കുകളാണ് ഇതെല്ലാം. എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും.